നിഷാദ്, ഇവിടെ ഇവിടെ വാർത്തയ്ക്കകത്ത് നമുക്ക് ചോര കാണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊലപാതക ദൃശ്യങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് കാട്ടുപന്നി വെടിവെച്ച് കൊന്നു നോക്കൂ, ചോര ഉണ്ടാവുമല്ലോ. ചോര നമുക്ക് ബ്ലർ ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. അതാണ് നമുക്കുള്ള ഗൈഡ് ലൈൻ മാനദണ്ഡം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗൈഡ് ലൈൻ മാനദണ്ഡം കർശനമായി പാലിക്കേണ്ട. എം എ നിഷാദ്, ഇപ്പോൾ ഈ പറയുന്ന മാർക്കോ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് അയ്യോ എന്ന് തോന്നും. സിനിമ അവസാനത്തേക്കൊന്നും നമ്മുടെ ആ അയ്യോയുടെ സംഭവം കുറഞ്ഞു വരികയാണ്. നമ്മൾ അതിനോട് താതാത്മ്യം പ്രാപിക്കുകയാണ്. ദ കിൽ എന്നൊരു ഹിന്ദി സിനിമയുണ്ട്. ആ സിനിമ എനിക്ക് തോന്നുന്നു മാർക്കോയേക്കാൾ കൂടുതൽ വയലന്റ് സിനിമയാണ് ആ സിനിമ. സത്യം പറഞ്ഞു എം എ നിഷാദ്, ആ സിനിമ കണ്ടിട്ടുള്ളവർ ആ സിനിമ തീരുമ്പോഴേക്കും കൊലപാതകത്തിൽ ഒരു പരിധിവരെ സ്ലൈറ്റായി ആവേശം കണ്ടെത്തുന്ന അവസ്ഥയുണ്ട്. എം എ നിഷാദ്, സമൂഹത്തോട് ഉത്തരവാദിത്വം സിനിമയ്ക്ക് വേണ്ടേ? തീർച്ചയായിട്ടും സമൂഹത്തോട് ഉത്തരവാദിത്വം സിനിമയ്ക്ക് വേണം. അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണിത്. ആശങ്കാജനകമാണ്. സ്വാഭാവികമായിട്ടും സിനിമ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. ഇല്ല എന്നാര് പറഞ്ഞാലും അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കാരണം സമൂഹത്തിൽ ഒരാളെയെങ്കിലും അത് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് സ്വാധീനിക്കപ്പെടുന്ന ഒരു വലിയൊരു മാധ്യമം തന്നെയാണ് സിനിമ ജനങ്ങളോട് സംവേദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതിൻ്റെയൊക്കെ കുറേ ശരികളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സമൂഹത്തിലെ എല്ലാ അക്രമത്തിനും കാരണം സിനിമയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. പക്ഷേ സിനിമയ്ക്ക് ഒരുപാട് റോളുണ്ട് ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ചും മയക്കുമരുന്ന് ഗ്ലോറിഫൈ ചെയ്ത് ഇവിടെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അവരിലെ പുറകിൽ പ്രവർത്തിച്ച അവരുടെ അണിയറക്കാരൊക്കെ ഇപ്പോൾ മനംമാറ്റം വന്നതിൽ വളരെ സന്തോഷിപ്പിക്കുന്ന വ്യക്തിപരമാണ്. ഞാൻ അന്നും അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു യുവതലമുറയെ വഴിതെറ്റിക്കുന്ന കാര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ ചില സിനിമകൾക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി സിനിമ തിന്മയെ മാത്രമല്ല നന്മയും സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയ്ക്ക് ശേഷം നമ്മുടെ റോയൽ എൻഫീൽഡ് ക്ലാസിക്കിന് ഒരുപാട് വിൽപ്പന കൂടി. കാരണം കുട്ടികൾ ഈ കൂടുതൽ ബൈക്കിൽ ട്രാവൽ ചെയ്യാനും, അത് മോശമായ രീതിയിലല്ല നല്ല രീതിയിൽ നാട് കാണാനും ഇറങ്ങി എന്നുള്ളത് ഒന്ന്. ഉസ്താദ് ഹോട്ടലിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സുലൈമാനിയും ഭക്ഷണപാനീയങ്ങളും കൂടുതൽ ആകർഷകരായി. മീശ പുലിമലയുടെ മഞ്ഞ് കണ്ടിട്ടുണ്ടോ എന്ന് ചാർലിയുടെ ഒരു ഒറ്റ ഡയലോഗിൽ അവിടെ സഞ്ചാരികൾ കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതുകൊണ്ട് വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നടീനടന്മാർ അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അവരുടെ മേക്കപ്പ്, അവരുടെ ഹെയർ സ്റ്റൈൽ, ഇതൊക്കെ അനുകരിക്കാൻ ഒരു തലമുറ ഇവിടെയുണ്ട്. അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വിപണനം തന്ത്രം കണ്ടുകൊണ്ട് പലരും ഇൻഫിലിമിലൂടെ പലതും പ്ലേസ്മെൻറ്റ് ചെയ്ത് സിനിമയിലൂടെ കാണിക്കുന്നു. അപ്പോൾ സിനിമ സ്വാധീനിക്കുന്നില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ള ഇത് തന്നെയാണ് നിൽക്കുന്നത്. ഇനി സെൻസർ നിയമങ്ങളെപ്പറ്റിയും മറ്റു കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇവിടെ ചർച്ചയുണ്ടായി. തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് എങ്ങനെ സെൻസർ കിട്ടിയെന്നുള്ളത് അത്ഭുതമുളവാക്കുന്ന കാര്യമാണ്. കാരണം സെൻസർ പല കാര്യങ്ങൾക്കും ഞങ്ങളുമൊക്കെ സിനിമയിൽ പോകുമ്പോൾ എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ആയുധം എന്ന് പറഞ്ഞ സിനിമ, ആയുധം എന്ന് പറഞ്ഞ സിനിമയിൽ പാണ്ടി എന്ന് പറയുന്ന എന്തോ ഒരു ഡയലോഗ്, ആ ഡയലോഗ് കട്ട് ചെയ്യണമെന്ന് ഒരു സെൻസർ ബോർഡ് മെമ്പർ ഭയങ്കരമായിട്ട് പ്രശ്നം. അതിനകത്ത് വേറെ ഒന്നുമില്ല. ആയുധമല്ല, കിണർ എന്ന് പറഞ്ഞ സിനിമ വളരെ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു. അതിനകത്ത് പാണ്ടി എന്ന് വിളിക്കുന്ന പാണ്ടിപ്പട എന്ന് പറഞ്ഞൊരു സിനിമ വരെ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു വാക്കിൻ്റെ പുറത്ത് സെൻസർ ബോർഡ് മെമ്പർമാർ ഒരു മെമ്പർ ഭയങ്കരമായ പ്രശ്നമുണ്ടാക്കി. അത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത് അയാളുടെ ഇരട്ട പേര് പാണ്ടിയാണെന്നാണ്. അപ്പോൾ വളരെ ബയാസ്ഡ് ആയിട്ടാണ് ഈ സെൻസർ ബോർഡിൽ ചില ആളുകൾ, ഇപ്പോഴത്തെ ആളുടെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വളരെ അക്രമം കാണിക്കുന്ന ബ്ലഡ് ഷെഡ്സ് ഉള്ള സിനിമകൾക്കൊക്കെ സെൻസർ കൊടുത്തുകൊണ്ട് എന്ത് തരം സന്ദേശമാണ് ഈ സമൂഹത്തിലേക്ക് അവർ വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി ഇതിൻ്റെ നിർമ്മാതാവ് തന്നെ ഒരു കുറ്റസമ്മതം പോലെ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇതുപോലുള്ള സിനിമകൾ ഇനി എടുക്കില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനും കുറ്റബോധം ഉണ്ടായി എന്നുള്ളത് സത്യമല്ലേ? പല കോണുകളിൽ നിന്നും അതിൻ്റെ സംവിധായകനും മറ്റൊരു കേസെടുക്കണമെന്നുണ്ട്. അതൊന്നും പ്രാവർത്തികമല്ല. ഒരു സിനിമ ഒരു കഥാകൃത്ത് വന്നൊരു സിനിമ പറയുമ്പോൾ അത് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അതിൻ്റെ നിർമ്മാതാവും അതിൻ്റെ സംവിധായകനുമാണ്. സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വയലൻസ് നിറഞ്ഞ കാര്യം ഈ സമീപ ഭാവിയിലൊന്നും ഇതുപോലെ വയലൻസ് നിറഞ്ഞ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതുപോലൊരു സിനിമ ഉണ്ടായിട്ടില്ല. ആ സിനിമ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ആ സിനിമ മാത്രമല്ല, അറേ ഓഫ് ഫിലിംസ് ആർ ദെയർ, ഇല്ലെന്ന് പറയുന്നില്ല. എല്ലായിടത്തും നമ്മളുമൊക്കെ സിനിമയിൽ വയലൻസ് സമൂഹത്തിൻ്റെ ഭാഗമാണ്, വയലൻസ് ഉണ്ടാവും. പക്ഷേ ഇത്രയും മൃഗീയമായ രീതിയിൽ, ഇത്രയും ക്രൂരമായ രീതിയിൽ ഇത് കാണിക്കുകയും അതനുസരിച്ച് ചെറുപ്പക്കാർ അതിൽ ആകർഷകരാകുകയും
അവരിൽ നിന്നൊരു അക്രമാവാസന മയക്കുമരുന്നിൻ്റെ കൂടെ സജി നന്ദിയാട്ടൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ലഹരിക്ക് അടിമയാളവും മയക്കുമരുന്നിൻ്റെ കൂടെ ഈ ഹീറോ വർഷിപ്പ് ഒരു കാര്യം മനസ്സിലാക്കണം ഹാഷ്മി, ആൻറ്റഗണിസ്റ്റും പ്രോട്ടഗണിസ്റ്റുമായിട്ടുള്ള അന്തരം വളരെ കുറഞ്ഞിരിക്കുന്നു ഈ സിനിമകളിൽ ഇന്ന് വില്ലനിസമാണ് ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഹീറോ വർഷിപ്പ് കിട്ടുന്നത് മുഴുവൻ വില്ലൻ ചെയ്യുന്ന കാര്യങ്ങൾ പണ്ടത്തെ കാലത്ത് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ കാലാനുസൃതമായ മാറ്റം ഉണ്ടാവണം, തീർച്ചയായിട്ടും ഇപ്പോൾ പുതിയ രീതിയിലൊക്കെ ചിന്തിക്കണം. പക്ഷേ അതിനു മുമ്പായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. ഇത്തരം സിനിമകൾ കൊണ്ട് എന്താണ് നേട്ടം? ഇപ്പോൾ നേരത്തെ താങ്കൾ 100 കോടി ക്ലബ്ബ് എന്ന് പറഞ്ഞു. 1 കോടി ജനങ്ങൾ കണ്ടാലേ ഈ പറഞ്ഞ ഗ്രോസ് കളക്ഷനോടുകൂടി 100 കോടിയൊക്കെ എത്തത്തുള്ളൂ. അങ്ങനെ 1 കോടി ജനങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനെപ്പറ്റിയൊക്കെ വളരെ ചർച്ച വരികയും ആ 100 കോടിയൊക്കെ വെറും തള്ളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനത് പറയുമ്പോൾ ആദ്യം എനിക്കെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങളായിരുന്നു. എന്നെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാനായിരുന്നു ഒരു സംഘം ഫാൻസുകാർ പിള്ളേരൊക്കെ. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ 100 കോടി ക്ലബ്ബും മറ്റ് കാര്യങ്ങളുമൊക്കെ തള്ളുന്നവർ അവർ സാമ്പത്തിക ലാഭം ഉണ്ടായിക്കൊണ്ട് പോകുന്നു എന്നുള്ള ഒന്നും. 2, ഇത്തരം സിനിമകളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ വേണ്ടത് പൊതുസമൂഹമാണ് ചിന്തിക്കേണ്ടത്. 2, മൂന്നാമത്തെ വേറെ കാര്യം, തിയേറ്ററുകാർ പറഞ്ഞ കാര്യം സജി സൂചിപ്പിച്ചു. ഒരു എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയിൽ അത് കാണാൻ കുടുംബവുമായിട്ട് വരുമ്പോൾ തിയേറ്ററുകാർ തടയുമ്പോൾ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന മാതാപിതാക്കന്മാർക്കാണ് ആദ്യമായിട്ട് ഇവിടെ ക്ലാസ് കൊടുക്കേണ്ടത്. അവരാണ് പ്രശ്നം. ഈ 90 കിഡ്സ് മാതാപിതാക്കന്മാരാണ് ഇതിനെ ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ ഈ കാര്യങ്ങൾക്ക് എല്ലാം സമ്മതിച്ച് കൊടുത്ത് അവസാനം അവർക്ക് പുലിവാലായി മാറുന്നത്. ഇപ്പോൾ തീർച്ചയായും ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇതിന് പൊതുസമൂഹം ഒന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഇതിനെതിരായിട്ട് ശക്തമായി നമ്മുടെ അധികാരികളുടെ കൂടെ നിന്നുകൊണ്ട് പടപൊരുതിയില്ല എങ്കിൽ ഒരു വല്ലാത്ത ലെവലിലേക്കാണ് ഇത് പോകുന്നത്. 100% സത്യമാണ്.